ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയല്ല ഹെയർ അക്സറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേസ്റ്റ് തുണി വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല അടിപൊളി ഒരു ഹെയർ ബോ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കതിനാവശ്യമായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഒരു തുണി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ചെറിയൊരു റെക്റ്റാങ്കിൾ ടൈപ്പും ഒരു തുണി കട്ട് ചെയ്തെടുക്കണം. പിന്നെ നീളത്തിലുള്ളൊരു തുണിയും, പിന്നെ അതിൻ്റെ സെൻറ്റർ ചുറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുണിയും. അങ്ങനെ ഇത്രയും തുണികളാണ്. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത തുണി അകം വശം നല്ല വശം അകത്താക്കുന്ന രീതിയിൽ മടക്കിയിട്ട് അതിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് ഓൾറെഡി നമ്മൾ മടക്കുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി 3 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മെഷീനിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നടക്കും. നമ്മളിപ്പോൾ കൈകൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത്. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ബാക്കി തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ബാക്കി വന്ന തുണിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. 3 സൈഡും സ്റ്റിച്ച് ചെയ്തു. മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് തിരിച്ചിടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട പണിയെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൈഡ് മാത്രം പിടിച്ച് സെൻറ്ററിൽ കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് അകത്തൂടെ നമുക്കിങ്ങനെ വലിച്ച് പുറത്തിടണം. അങ്ങനെയാണ് നമ്മൾ പുറത്താക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല വശം പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെയൊക്കെ റിബൺ വെച്ച് ചെയ്തതുപോലെ തന്നെ ബോ ചെയ്തതുപോലെ 2 സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് മടക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബോ റെഡിയായി കിട്ടും. ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് നമ്മൾ ആ റെക്റ്റാങ്കിളിൽ കട്ട് ചെയ്ത തുണി അത് വെക്കുക. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബോയിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതായിരിക്കണം. അപ്പോൾ നമ്മൾ ഡബിൾ ലെയറിൻ്റെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തത് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ആ അറ്റത്ത് രണ്ടായിട്ടൊന്ന് വീണ്ടും മടക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഒരു വി ഷേപ്പിൽ അറ്റത്ത് 2 ഭാഗത്തും ഇങ്ങനെ നിൽക്കും. അത് കാണാൻ ഒരു ഭംഗിയാണ്. അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് മൂന്നും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ട് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത തുണി തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്യാം. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്ത് നമുക്ക് അതൊന്ന് എണ്ണോട്ടിട്ട് കൊടുക്കാം. നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കി രണ്ടും കൂടെ ചെയ്യാം. ബാക്കി വന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി വന്ന രണ്ടെണ്ണവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി സൂചി ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു മെത്തേഡൂടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഞുറിഞ്ഞെടുത്തതിന് ശേഷം ഒരു ബോ പോലെ വരും. അത് നമുക്ക് നൂല് മാത്രം ഉണ്ടെങ്കിൽ സൂചി ഇല്ലാതെയും ചെയ്യാൻ പറ്റും. ഈ നൂല് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ചുറ്റി കൊടുത്തിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. സെയിം കളർ നൂലെടുക്കുകയാണെങ്കിൽ അറിയത്തേയില്ല. ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി.
അങ്ങനെ നമ്മൾ അതും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതും റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ 2 ബോയും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ആ നീളത്തിലുള്ള നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഒരു തുണി ഇനി അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഞൊറിഞ്ഞെടുക്കുക. അത് ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യണം. ബാക്കിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നൂല് കൊണ്ട് ചുറ്റിച്ചു കൊടുക്കുക. നൂല് കൊണ്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കോട്ടൺ ക്ലോത്താണ്. നിങ്ങൾക്കിപ്പം ഇതിൻ്റെ സാറ്റിൻ ക്ലോത്തിൻ്റെ ഇതിൻ്റെ ബോയൊക്കെ അവൈലബിൾ ആണിപ്പോൾ. ഏത് തുണി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നെറ്റിൻ്റെതോ സാറ്റിനോ ഓർഗൻസായോ ഏത് ഇതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു പീസ് എടുത്ത് വെച്ചിരുന്നു. അത് നമുക്ക് സെൻറ്ററിൽ കൂടെ ഇതിങ്ങനെ ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സ്റ്റിച്ച് ചെയ്തും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പീസ് ക്ലോത്ത് മാത്രം മതി. ഒരു സൂചി നൂലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.